ഇന്ന് നമുക്ക് ഈ ലിപ്സ്റ്റിക്സ് ഒക്കെ അൺബോക്സ് ചെയ്ത് എങ്ങനെയുണ്ടെന്ന് നോക്കിയാലോ. ഹായ് ഗായ്സ്, വെൽക്കം ബാക്ക് ടു മൈ ചാനൽ. എൻ്റെ പേര് അഞ്ജു. എന്നെ ആദ്യമായിട്ട് കാണുന്നവരാണെങ്കിൽ യു മോസ്റ്റ് വെൽക്കം ടു മൈ ചാനൽ. ഞാൻ നാട്ടിൽ നിന്ന് കുറച്ച് സ്കിൻ കെയർ ആൻഡ് മേക്കപ്പ് വരുത്തിയിട്ടുണ്ടായിരുന്നു. ആൻഡ് അതിൽ മെജോറിറ്റിയും ലിപ്സ്റ്റിക്സ് ആയിരുന്നു. പൊതുവേ ഞാൻ ലിപ്സ്റ്റിക്സ് മേടിച്ച് കഴിഞ്ഞാൽ ഭയങ്കര ഇംപേഷ്യൻ്റ് ആയിരിക്കും. എനിക്കത് കിട്ടിയ ഉടനെ തന്നെ തുറന്ന് ഒന്ന് ഹാൻഡ് സ്വാച്ചിലും ചെയ്ത് നോക്കിയില്ലെങ്കിൽ ഒരു സമാധാനം ഉണ്ടാവില്ല. പക്ഷേ ഇതെനിക്ക് ഇന്നലെ കിട്ടിയതാണ്. ഞാൻ ഇതുവരെ അതൊന്നും തുറന്ന് നോക്കിയിട്ടില്ല ബിക്കോസ് ഐ വാണ്ടഡ് ടു ഡു ഇറ്റ് വിത്ത് യു ഗൈസ്. സോ ഇന്നത്തെ വീഡിയോയിൽ വിൽ ബി അൺബോക്സിംഗ് ദീസ് ലിപ്സ്റ്റിക്സ് ആൻഡ് ഹാൻഡ് സ്വാച്ചസ് നമുക്കിന്ന് ചെയ്യാം കേട്ടോ. ഈ ലിപ്സ്റ്റിക്സ് ഒക്കെ എനിക്ക് നാട്ടിൽ നിന്ന് കൊണ്ടുവന്ന ആൾക്ക് സ്പെഷ്യൽ താങ്ക്സ്. ഞാൻ മേടിച്ച വേറെ മേക്കപ്പോ സ്കിൻ കെയർ ഒന്നും ഞാൻ ഈ വീഡിയോയിൽ കാണിക്കുന്നില്ല. ദിസ് വീഡിയോ ഇസ് കംപ്ലീറ്റ്ലി ഡെഡിക്കേറ്റഡ് ടു ലിപ്സ്റ്റിക്സ്. പക്ഷേ എനിക്ക് ചെറിയൊരു എക്സെപ്ഷൻ ചെയ്യാനുണ്ട്. ആൻഡ് ഐ വാണ്ടഡ് ടു ഷോ എ ബ്യൂട്ടിഫുൾ പാലറ്റ്. ഇറ്റ് ഈസ് ദിസ് വൺ. ഐ നോ ഇതെല്ലാവരും കണ്ടിട്ടുണ്ടാവും, എല്ലാവർക്കും ഒരുവിധം കണ്ട് മടുത്തിട്ടുണ്ടാവും അറ്റ് ദിസ് പോയിന്റ് ബിക്കോസ് അത്രയ്ക്ക് ഒരു ഹൈപ്ഡ് അപ്പ് പ്രോഡക്റ്റ് ആയിരുന്നു ഇത്. ആൻഡ് ഞാനിത് മേടിക്കാൻ കാരണം ഹൈപ്പൊന്നും അല്ല കേട്ടോ. ഞാനിത് പ്യോർലി മേടിക്കാൻ കാരണം ഇസ് മൈ ലവ് ഫോർ ബ്രിജിറ്റൺ സീരീസ്. ആൻഡ് ഇതിന് നോ പറയാൻ പറ്റില്ലായിരുന്നു ബിക്കോസ് more than being an eyeshadow palette, I was just stunned by how beautiful this packaging looked. ഇവിടുത്തെ ഈ ഒരു സിറ്റുവേഷൻസ് ഒക്കെ കാരണം എൻ്റെ കയ്യിൽ കിട്ടാൻ കുറച്ച് ലേറ്റ് ആയി. ആൻഡ് ഐ ഡോണ്ട് തിങ്ക് ദിസ് ഇസ് അവൈലബിൾ നൗ, സോ ഐ ഡോണ്ട് നോ ഇഫ് എനിവൺ വിൽ ബി ഇൻട്രസ്റ്റഡ് ഇൻ ദി റിവ്യൂ. പക്ഷേ ഐ ജസ്റ്റ് വാണ്ടഡ് ടു ഷോ ദിസ് ബ്യൂട്ടിഫുൾ പാലറ്റ് കേട്ടോ ഈ വീഡിയോയിൽ. അതുകൊണ്ട് ജസ്റ്റ് ഇൻക്ലൂഡ് ചെയ്തേ ഉള്ളൂ. സ്പെഷ്യൽ താങ്ക്സ് ടു മൈ ലവിംഗ് ഹസ്ബൻഡ് ഫോർ ഗെറ്റിംഗ് മീ ദിസ് പാലറ്റ്. ആൻഡ് ഇന്നത്തെ മേക്കപ്പിനെ കുറിച്ച് എനിക്കൊരു വാക്ക് പറയാനുണ്ട് കേട്ടോ. ബിക്കോസ് ഐ ട്രൈഡ് എ ന്യൂ ഗ്രീൻ കാജൽ. നല്ലൊരു ബ്യൂട്ടിഫുൾ ഗ്രീൻ കാജലാണ് ഞാനിപ്പം എൻ്റെ കണ്ണിലിട്ടിരിക്കുന്നത്. ആൻഡ് ഐ ആബ്സല്യൂട്ട്ലി ലവ്ഡ് ഇറ്റ്. ഇറ്റ്സ് സോ നൈസ്. നല്ല രീതിക്ക് നമ്മൾ ഡസ്കി സ്കിൻ ടോൺ ഉള്ളവർക്ക് ക്യാരി ചെയ്യാൻ പറ്റുന്ന ഒരു പുതുതായിട്ട് ഞാൻ മേടിച്ച കാജലായിരുന്നു കേട്ടോ. സോ ഐ റിയലി ലൈക്ഡ് ഇറ്റ്. ആൻഡ് ഞാൻ കുറച്ച് തവണയും കൂടെ ഇത് യൂസ് ചെയ്തിട്ട് ഇതിൻ്റെ റിവ്യൂ പറയാം കേട്ടോ. ഐ എം മോർ ഇൻ ടു കളേർഡ് കാജൽസ് നവഡേയ്സ്. ഇഫ് യു ആർ ഓൾസോ ഇൻട്രസ്റ്റഡ് ഇൻ കളേർഡ് കാജൽ ലൈക്ക് മീ, then we'll do a separate video on it. So ബാക്കി കാര്യങ്ങളൊക്കെ let's keep it aside and dive into unboxing the new lipsticks. First one is this one. ഇത് ഇൻസൈറ്റിന്റെ ലിപ് ക്രയോൺ ആണ്. ആക്ച്വലി എനിക്ക് ഇതിന്റെ വേറൊരു ഷെയ്ഡ് ഉണ്ട് കേട്ടോ. ദാറ്റ് ഇസ് ടോസ്റ്റഡ് മോവ് എന്ന് പറയുന്ന ഷെയ്ഡ് ഉണ്ട്. പക്ഷെ ഐ റിയലി ലൈക്ക് ദാറ്റ് ഫോർമുല ആൻഡ് ഐ റിയലി വാണ്ടഡ് ടു ട്രൈ ദിസ് പെർട്ടിക്കുലർ ഷെയ്ഡ്. അതുകൊണ്ട് ഞാൻ ഈ ഒരു ഷെയ്ഡ് മേടിച്ചു കേട്ടോ. ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് ബോബൺ. ദിസ് ഇസ് ദി ഷെയ്ഡ്. നല്ലൊരു ഡീപ്പ് ഒരു മോവിഷ് ബ്രൗൺ കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ്. എനിക്ക് ഈ ഷെയ്ഡ് അത്യാവശ്യം നല്ലതായിട്ട് ഇഷ്ടപ്പെട്ടു. നിങ്ങൾക്ക് ഡാർക്ക് ഡീപ്പ് കൈൻഡ് ഓഫ് ഷെയ്ഡ് ഇഷ്ടമുള്ളവരാണെങ്കിൽ then you will like this shade. And the formula is pretty nice കേട്ടോ. നല്ല സ്മൂത്ത് ആയിട്ടുള്ള ക്രീമി ആയിട്ടുള്ള ഒരു ലിപ് ക്രയോൺ ആണ്. ഇറ്റ്സ് റിയലി നൈസ്. എനിക്ക് ടോസ്റ്റഡ് മോവ് എന്ന് പറയുന്ന ഷെയ്ഡും ഭയങ്കര ഇഷ്ടമാണ് ഇതിന്റെ. നമ്മൾ ഇൻസൈറ്റിൽ നിന്ന് തുടങ്ങിയോണ്ട് ലെറ്റ്സ് കണ്ടിന്യൂ വിത്ത് ഇൻസൈറ്റ് ലിപ് പ്രൊഡക്ട്സ്. കുറേ ലിപ്സ്റ്റിക്സ് ഇൻസൈറ്റ് ഓൾമോസ്റ്റ് എനിക്കൊന്ന് ആഴ്ചയിൽ ഒരു കൈൻഡ് ഓഫ് ലിപ്സ്റ്റിക്ക് വെച്ചിട്ട് അവർ ഇറക്കുന്നുണ്ടെന്ന് തോന്നുന്നു. ആൻഡ് ഇറ്റ്സ് വെരി ഡിഫിക്കൽട്ട് ടു സ്റ്റേ ഇൻ ട്രാക്ക് ആൻഡ് ഗെറ്റ് ദോസ് ലിപ്സ്റ്റിക്. അതുകൊണ്ട് എല്ലാ ലിപ്സ്റ്റിക്കും എനിക്ക് കാണുമ്പം പൊതുവെ മേടിക്കാൻ തോന്നാറില്ല ബിക്കോസ് മോസ്റ്റ് ഓഫ് ദി ഫോർമുലാസ് ഒക്കെ കൈൻഡ് ഓഫ് സിമിലർ ആയിട്ട് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട് കേട്ടോ. ബട്ട് സർട്ടൻ ലിപ്സ്റ്റിക്സ് കുറച്ച് യുണീക്ക് ആയിട്ട് അല്ലെങ്കിൽ കുറച്ച് പുതുതായിട്ട് സംതിങ് ഡിഫറെൻറ്റ് എന്ന് എനിക്ക് തോന്നുമ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ മേടിച്ച് ട്രൈ ചെയ്യാറുള്ളത്. ആൻഡ് പൊതുവേ ഞാൻ ഒരു ലിപ്സ്റ്റിക്കിൻ്റെ ഒരു ഷെയ്ഡ് മേടിച്ചാണ് ട്രൈ ചെയ്യാറ്. സോ ദാറ്റ് ഐ നോ ദി ഫോർമുല ആൻഡ് ഇഫ് ഐ റിയലി ലൈക്ക് ദി ഫോർമുല ഐ വിൽ ബൈ എ സെക്കൻഡ് വൺ. ഇന്ന് സെക്കൻഡ് എൻ്റെ ഉള്ളത് ഹൈഡ്ര ലക്സ് ലിപ്സ്റ്റിക് ആണ് ഫ്രം ഇൻസൈഡ് പ്രൊഫഷണൽ റേഞ്ച്. ഇത് ഞാൻ മേടിച്ചിട്ടുള്ള ഷെയ്ഡ് ഇസ് ഈജിപ്റ്റ്. ഇതാണ് കേട്ടോ പാക്കേജിങ് വരുന്നത്. ഇറ്റ് ലുക്സ് റിയലി നൈസ് അല്ലേ? നൈസ് ക്യൂട്ട് നല്ലൊരു പാക്കേജിങ് ആണ്. ആൻഡ് ദി ഷെയ്ഡ് ഇസ് ദിസ് വൺ. ഇതാണ് ഈജിപ്റ്റ് എന്ന് പറയുന്ന ഷെയ്ഡ്. ഇതെനിക്ക് എത്ര ചേരുമെന്ന് സത്യം പറഞ്ഞാൽ അറിയില്ല കേട്ടോ. ദിസ് ലുക്സ് ലൈക്ക് സ്ലൈറ്റ്ലി പിങ്കി പീച്ചി കൈൻഡ് ഓഫ് ഷെയ്ഡായിട്ടാണ് തോന്നുന്നത്. ഇത് ഹൈഡ്ര ലക്സ് ഫോർമുല ആയതുകൊണ്ട് തന്നെ കുറച്ചൊരു മോയ്സ്ചറൈസിങ് കുറച്ചൊരു ലിപ് ബാമി കൈൻഡ് ഓഫ് ഒരു ടെക്സ്ചർ ഇതിനുള്ളത്. ആൻഡ് നല്ലൊരു ഗ്ലോസി ഫിനിഷ് ആയിട്ട് ഇതിന്. ഇറ്റ്സ് നോട്ട് വെരി പിഗ്മെന്റഡ്, ഇറ്റ്സ് ലൈക്ക് മീഡിയോക്കർ പിഗ്മെന്റഡ്. യാ ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. അടുത്തത് ഇൻസൈറ്റിന്റെ പ്യോർ മാറ്റ് ലിപ്സ്റ്റിക് ആണ്. ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് മിസ്ഡ് കോൾ. ഇതിന് ആക്ച്വലി അധികം സ്വാച്ചസ് ഒന്നും ഞാൻ കണ്ടില്ല കേട്ടോ. സോ ഒരു റഫ് ബൈ ആയിരുന്നു. ഇതിന്റെ മുകളിലത്തെ ഷെയ്ഡായിട്ട് കൈൻഡ് ഓഫ് സിമിലർ ആണ്. കുറച്ചുകൂടെ ഒരു മ്യൂട്ടഡ് പിങ്ക് കൈൻഡ് ഓഫ് ഒരു ഷെയ്ഡാണ്. കുറച്ചൊരു മ്യൂട്ടഡ് പിങ്ക് ഹിങ്സ് ആയതിനുള്ളത്. അപ്ലൈ ചെയ്യുമ്പോൾ നല്ല സ്മൂത്ത് ആയിട്ട് അപ്ലൈ ആയിട്ടുണ്ടായിരുന്നു. ആൻഡ് ഐ ഡോണ്ട് നോ ഇത് സെറ്റിൽ ആവുമ്പോഴായിരിക്കും മേ ബി കുറച്ചുകൂടെ മാറ്റർ ഫോമിൽ ആവുന്നെന്ന് തോന്നുന്നു. ഇപ്പം ഒരു ലൈറ്റ് ഗ്ലോസിനെസ് എനിക്ക് ഫീൽ ചെയ്യുന്നുണ്ട്. പക്ഷെ അത്യാവശ്യം നല്ലപോലെ പിഗ്മെന്റഡ് ആണ്. ആൻഡ് പാക്കേജിങ് ലുക്സ് സ്റ്റണ്ണിങ്. എനിക്ക് ഭയങ്കര ഇഷ്ടമായിട്ട് കോപ്പർ ബ്രൗൺ കൈൻഡ് ഓഫ് ബോഡിയുടെ കൂട്ടത്തിൽ ഗോൾഡൻ ഹിൻസ് ഒക്കെ വരുന്ന ഒരു മെറ്റാലിക്
ഫിനിഷുള്ള നല്ലൊരു പാക്കേജിങ് ആയി ലൈക്ക്. അടുത്തത് ഇൻസൈറ്റിന്റെ എയർ വിപ്പ് ലിപ്സ്റ്റിക് ആണ്. ലാവിഷ് റുട്ടീൻ എന്ന് പറയുന്ന ഷെയ്ഡ് എങ്ങനെയുണ്ടെന്ന് നോക്കാം. Again it comes in a golden kind of packaging. Okay, ഇത് കുറച്ചുകൂടെ ഒരു ഡീപ്പർ ഷെയ്ഡ് ഓഫ് പിങ്ക് ആണ്. ഈ ഒരു ഷെയ്ഡിന്റെ കുറച്ചുകൂടെ ഒരു ഡീപ്പർ ഒരു ലൈറ്റ് മോവിഷ് പേർപ്പിൾ ഹിന്റ് വരുന്ന പോലത്തെ ഒരു ഷെയ്ഡാണ്. ഐ തിങ്ക് ദിസ് വിൽ ഗോ റിയലി വെൽ ഫോർ മീ. ഐ തിങ്ക് നമുക്ക് ഇട്ട് നോക്കുമ്പോഴേ ആക്ച്വലി കറക്റ്റ് ഐഡിയ കിട്ടുള്ളൂ. നമ്മൾ സ്വാച്ച് ചെയ്യുമ്പോൾ നല്ല ഷെയ്ഡാണെന്ന് തോന്നുന്ന ഷെയ്ഡ്സ് ചിലപ്പോൾ അപ്ലൈ ചെയ്യുമ്പോൾ എനിക്ക് വർക്ക് ചെയ്യാറില്ല കേട്ടോ. അതുകൊണ്ട് ഐ ഡോണ്ട് നോ, ബട്ട് ആസ് ഓഫ് നൗ ഇറ്റ് ലുക്സ് ഗുഡ്. അത്യാവശ്യം നല്ല പിഗ്മെന്റഡ് ആണ്. 1 swipe പിഗ്മെന്റേഷൻ തന്നെ കിട്ടി. ആൻഡ് ഇറ്റ്സ് നോട്ട് ദാറ്റ് ഗ്ലോസി, കുറച്ചൊരു മാറ്റ് ഫിനിഷ് ഉണ്ട് കേട്ടോ. കഴിഞ്ഞിട്ടില്ല ഇനിയുണ്ട് ഇൻസൈറ്റ് ലിപ്സ്റ്റിക്സ്. ദിസ് ഇസ് ഇൻസൈറ്റ് പ്രൊഫഷണൽ അൾട്രാ സ്മൂത്ത് ലിപ്സ്റ്റിക് ആൻഡ് ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് 11 Worthy. Again this packaging also looks really nice കേട്ടോ. നല്ല രസമുണ്ട് കാണാൻ. ഒരു ജോമെട്രിക്കൽ ഒരു ടെക്സ്ചർ ഇതിനുണ്ട് കേട്ടോ. എനിക്കറിയില്ല എത്ര ക്യാമറയിൽ കിട്ടുന്നുണ്ടെന്ന്, ബട്ട് ഇറ്റ് ലുക്സ് ഗുഡ്. ഓക്കെ, സോ തല തിരിച്ചാണ് ഞാൻ തുറന്നത്. ദിസ് ഇസ് ഹൗ ഇറ്റ് ഈസ് സപ്പോസ് ടു ബി. ആൻഡ് എഗെയിൻ വി ഹാവ് എ പിങ്കിഷ് ഷെയ്ഡ്. ദിസ് ഇസ് നോട്ട് മൈ കൈൻഡ് ഓഫ് ഷെയ്ഡ്. ഓക്കെ, ഒരു ഡീപ്പ് പിങ്കിഷ് ബെറി കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. സോ ഇതെനിക്ക് അത്ര ഇഷ്ടപ്പെടാൻ വഴിയില്ല കണ്ടിട്ട്. ഫസ്റ്റ് സ്വാച്ചിൽ അത്യാവശ്യം നല്ല പിഗ്മെന്റഡ് ആണ് ആൻഡ് ഒരു സാറ്റിൻ മാറ്റ് കൈൻഡ് ഓഫ് ഒരു ഫോമുല ആയിട്ടാണ് എനിക്ക് ഫീൽ ചെയ്തത് കേട്ടോ. ഓക്കെ, വി ആർ അപ്പ് ഫോർ ദി ലാസ്റ്റ് വൺ ഫ്രം ഇൻസൈഡ്. ദിസ് ഇസ് ക്രെം കംഫർട്ട് ലിപ്സ്റ്റിക്. ഇതിന്റെ പാക്കേജിങ് മാത്രം നല്ലൊരു ലക്സ് ബോക്സ് ആട്ടോ. ആൻഡ് തുറക്കുമ്പോൾ ഇതുപോലത്തെ ഒരു ഭയങ്കര ഒരു ലക്ഷൂറിയസ് ഒരു പ്രീമിയം ലിപ്സ്റ്റിക് ഫീൽ ഉള്ളൊരു ലിപ്സ്റ്റിക് ആട്ടോ ഇത്. ഇങ്ങനെയാണ് ഇതിന്റെ ഒരു ബുള്ളറ്റ് വരുന്നത്. ഐ റിയലി ലൈക്ക് ഇറ്റ്. സിൻ ഇൻ സിൽക്ക് എന്നാണ് ഇതിന്റെ പേര്. സോ ലെറ്റ്സ് വാച്ച് ഇറ്റ് ഹിയർ. ഒരു ന്യൂട്രൽ സ്ലൈറ്റ് ഒരു പിങ്ക് ഹിൻസ് വരുന്ന ഒരു ബ്രൗൺ ആണ്. ഇത് നല്ലൊരു ഗ്ലോസി കൈൻഡ് ഓഫ് ഷെയ്ഡ് ആട്ടോ. ഇത് കുറച്ചൊരു ഗ്ലോസി എഫക്റ്റ് ഉണ്ട്, ബട്ട് ഇറ്റ്സ് പ്രിറ്റി പിഗ്മെന്റഡ് ടു. ആൻഡ് ഇതുവരെ ഉള്ളതിൽ ഐ എം കൈൻഡ് ഓഫ് ഇംപ്രസ്ഡ് വിത്ത് മൈ സെലക്ഷൻ. എൻ്റെ ഇല്ലാത്ത കൈൻഡ് ഓഫ് കുറച്ച് ഡിഫറെൻറ്റ് ന്യൂ ഷെയ്ഡ്സ് ഒക്കെ ഞാൻ പിക്ക് ചെയ്തിട്ടുണ്ട്. സോ യാ, ഇത് നിങ്ങൾക്ക് കണ്ടാൽ തന്നെ മനസ്സിലാവും ദിസ് ഇസ് നോട്ട് ഓൾ ബ്രൗൺ ഷെയ്ഡ്സ്. ബിക്കോസ് ഞാൻ എല്ലാ തവണയും ബ്രൗൺ തന്നെ മേടിച്ച് എൻ്റെ ലിപ്സ്റ്റിക്സ് വേറൊരു കളക്ഷൻ ഇല്ലാത്ത പോലെ എനിക്ക് തോന്നി തുടങ്ങിയിട്ട്. എല്ലാം ബ്രൗൺസ്, ദാറ്റ് ഇസ് ഡിഫറെൻറ്റ് ടൈപ്പ് ഓഫ് ബ്രൗൺസ്. വെൻ ഐ വാണ്ടഡ് സംതിങ് ഡിഫറെൻറ്റ്, ബ്രൗണിൽ നിന്നൊന്ന് മാറ്റി പിടിക്കണം എന്ന് തോന്നാൻ നേരത്തെ എനിക്ക് അധികം ഓപ്ഷൻസ് ഇല്ലാത്ത പോലെ തോന്നി തുടങ്ങിയപ്പോഴാണ് ഞാൻ കുറച്ചുകൂടെ ബ്രൗൺസിൽ നിന്നൊന്ന് മാറി വേറെ ടൈപ്പ് ഓഫ് ലിപ് ഷെയ്ഡ്സ് ഒക്കെ ഒന്ന് യൂസ് ചെയ്ത് തുടങ്ങിയത് കേട്ടോ. അതുകൊണ്ട് തന്നെ ഇത്തവണ മേടിക്കുമ്പോഴും കുറച്ച് ഡിഫറെൻറ്റ് ഷെയ്ഡ്സ് മേടിക്കണം. എപ്പോഴും മേടിക്കുന്ന പോലെ ഒരേ കളർ തന്നെ മേടിക്കരുത്. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടൊന്ന് എക്സ്പെരിമെൻറ്റ് ചെയ്യണം എന്നുള്ളൊരു ലക്ഷ്യവും കൂടെ മനസ്സിൽ വെച്ചാണ് ഞാൻ മേടിച്ചത്. ഇൻസൈറ്റ് കഴിഞ്ഞ് കഴിഞ്ഞാൽ എന്തായാലും നമ്മൾ മാസിൻ്റെ ഒരു ലിപ്സ്റ്റിക് ഇൻട്രൊഡ്യൂസ് ചെയ്തല്ലേ പറ്റുള്ളൂ. മാസ് അധികം ലിപ്സ്റ്റിക്സ് ഇപ്പം ഇറക്കുന്നില്ല എന്ന് തോന്നുന്നു. മാസ് ഒരു ബ്രേക്ക് ഇട്ടിട്ടുണ്ട് ലിപ്സ്റ്റിക് ഇറക്കുന്നതിൽ നിന്നും. ആൻഡ് ഐ കൈൻഡ് ഓഫ് തിങ്ക് ഇറ്റ്സ് നൈസ് ബിക്കോസ് എല്ലാം സെയിം ഫോമുലാസ് തന്നെ ഡിഫറെൻറ്റ് പാക്കേജിങ്ങിൽ ഇറക്കുന്നതിൽ കാര്യമില്ല. സോ ഇഫ് ദർ ഇസ് സംതിങ് ന്യൂ, കുറച്ച് ഡിഫറെൻറ്റ് ആയിട്ട് ഇറക്കാൻ പറ്റുമെങ്കിൽ മാത്രം ഇറക്കിയിട്ട് കാര്യമുള്ളൂ എന്ന് എനിക്ക് തോന്നുന്നത്. ഇൻസൈറ്റിൻ്റെ എനിക്ക് ഫീൽ ചെയ്തിട്ടുള്ള ഒരു കാര്യം അതാണ്. മോസ്റ്റ് ഓഫ് ദി ഫോമുലാസ് കൈൻഡ് ഓഫ് ഫീൽ സിമിലർ. കുറച്ച് ഡിഫറെൻ്റ് ആയിട്ടുള്ള ഫോമുലാസ് കുറവാണ്. സോ ദാറ്റ് ഇസ് ലൈക്ക് എ ബമ്മർ. ആൻഡ് ഇൻസൈറ്റിന്റെയും മാസിന്റെയും പല ഡ്രഗ് സ്റ്റോർ ബ്രാൻഡ്സിന്റെയും ഒരു പ്രോബ്ലം എന്ന് വെച്ചാൽ അവർ ഓൺലൈനിൽ വെക്കുന്ന സ്വാച്ച് ആയിട്ട് ഒരു ബന്ധം ഉണ്ടാവില്ല ദി ആക്ച്വൽ കളർ. ആൻഡ് ദാറ്റ് ഇസ് എ റിയലി ബിഗ് പ്രോബ്ലം. ഇവർക്ക് പുതിയ പ്രോഡക്ട്സ് ഇറക്കാൻ പറ്റുമെങ്കിൽ ഐ തിങ്ക് ഇറ്റ്സ് എ ബെയർ മിനിമം തിങ് ദാറ്റ് ദേ ക്യാൻ ഡു ഇസ് പ്രൊവൈഡ് എ പ്രോപ്പർ ഹാൻഡ് സ്വാച്ച് ഓർ ഒരു വീഡിയോ വിത്ത് സ്വാച്ചസ്, ഹാൻഡ് സ്വാച്ചസ് ഇൻക്ലൂഡ് ചെയ്തിട്ടുള്ള ഒരു വീഡിയോ ഒക്കെ അവരിടുകയാണെങ്കിൽ ഭയങ്കര ഹെൽപ്ഫുൾ ആയിരിക്കും തോന്നുന്നു കേട്ടോ. So that is just my personal opinion. Now coming back to the product, this is Mars Cloud Kiss lipstick and this is in the shade Plum Breeze. ഇത് കുറച്ച് എക്സ്പെൻസീവ് ആയിരുന്നു കേട്ടോ. കൈൻഡ് ഓഫ് മാസിൻ്റെ പ്രൊഡക്റ്റ് വെച്ച് നോക്കുമ്പോൾ ഇതിന് കുറച്ച് പ്രൈസിയർ സൈഡിലായിരുന്നു. ആൻഡ് ഐ വാസ് വണ്ടറിങ് വൈ സോ. ഇത് എന്താണ് ഇത്ര പ്രൈസി ആക്കാൻ കാരണം എന്ന് ഐ കൈൻഡ് ഓഫ് വണ്ടർഡ്. ഇതിപ്പോൾ സ്വാച്ച് ചെയ്തപ്പോൾ എനിക്ക് സ്പെസിഫിക്കലി അങ്ങനെ ഒരു പുതിയതായിട്ടൊന്നും തോന്നിയില്ല, പക്ഷെ ഇട്ട് നോക്കുമ്പോൾ അറിയാം കേട്ടോ. പേര് പോലെ തന്നെ നല്ലൊരു പ്ലം ഡീപ്പ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ് കേട്ടോ. ഐ വാസ് വണ്ടറിങ് ഇഫ് ദിസ് ഇസ് സെയിം ടു ദി ഇൻസൈറ്റ് ലിപ് ക്രയോൺ. നമുക്കൊന്ന് ട്രൈ ചെയ്യാം കേട്ടോ. ബോർബൺ എന്ന് പറയുന്ന ഷെയ്ഡാണ് ഇൻസൈറ്റിന്റെ. ഭയങ്കര സിമിലർ ആണ് രണ്ടും. ഇൻസൈറ്റിന്റെ ബോർബൺ കുറച്ചുകൂടെ ഡീപ്പർ ആണ്. ഇത് അത്രയ്ക്ക് അങ്ങ് ഡീപ്പ് ഷെയ്ഡ് അല്ല, അത്ര ഉള്ളൂ വ്യത്യാസം. ആസ് ഓഫ് ഹാൻഡ് സ്വാച്ചസ് ദീസ് സീം ടു ബി വെരി സിമിലർ.
അടുത്തത് സ്വിസ് ബ്യൂട്ടിയുടെ ഈ ഒരു ന്യൂ ലോഞ്ചാണ്. ദിസ് ഇസ് മാറ്റ് അവർ ലിക്വിഡ് ലിപ്സ്റ്റിക്. ഭയങ്കര പുതിയ ലോഞ്ച് ആയതുകൊണ്ട് മാത്രമാണ് ഞാൻ മേടിച്ചത്. ഐ ഡു നോട്ട് തിങ്ക് ദർ ഇസ് എനിത്തിങ് ന്യൂ ഇൻ ദിസ്. എനിക്ക് ഒരു സ്പെഷ്യലി ന്യൂ ഫോമിലായിട്ടൊന്നും തോന്നിയില്ല. ഇറ്റ്സ് എ റെഗുലർ മാറ്റ് ലിപ്സ്റ്റിക് എന്നാണ് എനിക്ക് ഫീൽ ചെയ്യുന്നത് കേട്ടോ. അപ്പോൾ നമുക്ക് സ്വാച്ച് ചെയ്ത് നോക്കാം. മുൾഡ് മേർലെറ്റ് എന്ന് പറയുന്ന ഷെയ്ഡാണ്. ഇറ്റ്സ് എ വെരി ഡീപ്പ് ബർഗൻഡി ബെറി കൈൻഡ് ഓഫ് ഷെയ്ഡ്. ഐ ഡു നോട്ട് സീ മൈ സെൽഫ് വെയറിങ് ദിസ് ബിക്കോസ് ഇത്രയും ഡാർക്ക് ഷെയ്ഡ് ഞാൻ ഇടാറില്ല. ന്യൂ ലോഞ്ച് ആയതുകൊണ്ട് തന്നെ എനിക്ക് ലിപ് സ്വാച്ചസോ ഹാൻഡ് സ്വാച്ചസോ വേറെ റിവ്യൂസ് ഒന്നും കണ്ടിട്ട് മേടിക്കാൻ പറ്റിയില്ല. നൈക്കയിൽ അവർ പ്രൊവൈഡ് ചെയ്തിട്ടുള്ള ഏത് കളർ കാർഡാണോ അത് കണ്ടിട്ടാണ് ഞാനിത് മേടിച്ചിട്ടുണ്ടായിരുന്നത്. സോ ഐ ഇൻസേർട്ട് ആൻ ഇമേജ് ഹിയർ. ഇതായിരുന്നു അവർ തന്നിട്ടുള്ള കളർ ഓർ അവർ കാണിച്ച കളർ. പക്ഷെ എനിക്ക് കിട്ടിയ കളർ ഇതാണ്. ഓക്കെ, സോ ഇതിലെന്തോ ഒരു മിസ്റ്റേക്ക് രണ്ടും തമ്മിൽ വന്നിട്ടുണ്ട് എന്നുള്ളത് ഐ എം പ്രിറ്റി ഷുവർ. ബിക്കോസ് ഞാൻ ഒരിക്കലും ഇത്രയും ഡാർക്ക് ഷെയ്ഡ് പിക്ക് ചെയ്യില്ല. ഫോമുലയുടെ കാര്യം പറയുകയാണെങ്കിൽ എനിക്ക് അപ്ലൈ ചെയ്യുമ്പോൾ ഒരു നോർമൽ ലിക്വിഡ് ലിപ്സ്റ്റിക് ഫോമുല ആയിട്ട് തോന്നിയിട്ടുള്ളൂ. ഇനി ഞാൻ ട്രൈ ഓൺ ചെയ്തിട്ട് അറിയിക്കാം കേട്ടോ ഹൗ ഇസ് ഇറ്റ്. ബ്ലൂ ഹെവൻ്റെ 2 ലിപ്സ്റ്റിക്സ് ഉണ്ട് എൻ്റെ കയ്യിൽ. ദിസ് ഇസ് ബ്ലൂ ഹെവൻ റോസേറ്റ് കളക്ഷൻ ബ്ലറിംഗ് ലിപ് ക്രീം and this is in the shade റീഗൽ ബർഗൻഡി എന്ന് പറയുന്ന ഷെയ്ഡാണ് കേട്ടോ. മൂസ് ലിപ്സ്റ്റിക്, വെൽവെറ്റ് മൂസ് ലിപ്സ്റ്റിക്സ് ഒക്കെ എനിക്ക് ഭയങ്കര ഇഷ്ടമാണ്. വിപ്ഡ് കൈൻഡ് ഓഫ് ഫോമുലയുള്ള ലിപ്സ്റ്റിക്സ് ആർ മൈ ഫേവറേറ്റ്. ഞാൻ ഇതുവരെ ട്രൈ ചെയ്ത് എനിക്ക് ഏറ്റവും ഇഷ്ടമുള്ള മൂസ് ലിപ്സ്റ്റിക് ഒക്കെ ഇൻക്ലൂഡ് ചെയ്തുകൊണ്ട് ഒരു വീഡിയോ ഞാൻ ചെയ്തിട്ടുണ്ടായിരുന്നു. സോ കണ്ടിട്ടില്ലെങ്കിൽ ജസ്റ്റ് ഒന്ന് കണ്ടു നോക്കാം കേട്ടോ. ആൻഡ് അതുകൊണ്ട് തന്നെ ഐ വോണ്ടഡ് ടു ട്രൈ ന്യൂ ലിപ് വിപ്സ് ഓർ മൂസ് ലിപ്സ്റ്റിക്. അതുകൊണ്ടാണ് ഞാൻ ഇത് മേടിച്ചത് കേട്ടോ. ദിസ് ഇസ് ദി ഷെയ്ഡ് പീച്ചി ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഇത് ഹാൻഡ് സ്വാച്ച് ചെയ്തപ്പോൾ തന്നെ ആ ഒരു മൂസി ലിപ്സ്റ്റിക്കിന്റെ ഒരു ഫോമുല എനിക്ക് ഫീൽ ചെയ്തു, വിച്ച് ഇസ് നൈസ്. ഐ ലൈക്ക് ദോസ് കൈൻഡ് ഓഫ് ഫോമുല. പക്ഷേ ഷെയ്ഡ് ഐ ഡോണ്ട് നോ. എനിക്കിത് ഓവറോൾ ലിപ്സിൽ എന്തായാലും ഇടാൻ പറ്റില്ല. മേ ബി ഇതുപോലത്തെ ഒരു ഡാർക്ക് ഷെയ്ഡ് വെച്ച് ലൈൻ ചെയ്തിട്ട് ഇത് വെച്ച് ഫില്ല് ചെയ്ത് അങ്ങനെയൊക്കെ വർക്ക് ചെയ്യാനേ പറ്റുമെന്ന് തോന്നുള്ളൂ കേട്ടോ ഈ ഷെയ്ഡ് കണ്ടിട്ട്. സോ അതൊരു സങ്കടമുള്ള കാര്യമായിപ്പോയി. അടുത്തത് ബ്ലൂ ഹെവൻ്റെ അൾട്ടിമേറ്റ് ലിപ് വിപ്പാണ്. ഇത് കുറച്ചുകൂടെ മുന്നേ ഇറങ്ങിയതായിരുന്നു കേട്ടോ. ആൻഡ് ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് വെൽവെറ്റ് ബ്രൗൺ. വെൽവെറ്റ് ബ്രൗൺ എന്ന് പറയുന്ന ഷെയ്ഡാണ്. പക്ഷേ ഇത് ഞാൻ ഇതുവരെ പാക്കേജിങ് പൊട്ടിച്ചിട്ടില്ലെങ്കിലും ഇതിൻ്റെ ക്യാപ്പിൻ്റെ ഒരു ക്രാക്ക് വീണിട്ടുണ്ട്. തുറക്ക് പോലും ചെയ്യുന്നതിന് മുമ്പേ വിത്ത് ക്രാക്ക് പാക്കേജിങ് വരുന്നത് ഇസ് നോട്ട് ഗുഡ്. ഓക്കെ, ഇത് ഏത് ആംഗിളിലാണ് ഇവർക്ക് ബ്രൗൺ വെൽവെറ്റ് ബ്രൗൺ എന്ന് പേരിട്ടിട്ട് അവർ തന്നിരിക്കുന്ന ഷെയ്ഡ് നോക്കിക്കേ. ഷെയ്ഡ് വേറെ രീതിയിൽ കാണിച്ച് പേര് വേറെ രീതിയിൽ കാണിച്ച് വേറെ ലിപ്സ്റ്റിക് ഒക്കെ തരുന്ന എനിക്ക് ഒട്ടും ഇഷ്ടമില്ലാത്ത പരിപാടിയാണ് കേട്ടോ. ഇത് തീരെ ശരിയായില്ല. ബ്ലൂ ഹെവൻ ഇത് തീരെ ശരിയായില്ല. പ്രോപ്പർ പീച്ച് കൈൻഡ് ഓഫ് ഷെയ്ഡ്. ഇതിൽ എവിടെയാണ് ബ്രൗൺ ഉള്ളതെന്ന് എനിക്ക് മനസ്സിലായില്ല. മേ ബി ഇതിൽ കുറച്ച് ബ്രൗൺ ഉണ്ടാവും, ഇതിൽ ഒരു രീതിയിലുള്ള ബ്രൗണും ഇല്ല. ഇറ്റ്സ് എ പ്രോപ്പർ പീച്ച് ഷെയ്ഡ്. ഫോമുല മറ്റേതായിരുന്നു ഒന്നുകൂടെ മൂസി ആയിട്ട് ഫീൽ ചെയ്തത് ഇതിനെക്കാലത്ത് കേട്ടോ. ദിസ് ബിക്കേം എ ഹ്യൂജ് ഡിസപ്പോയിൻമെന്റ്. അടുത്തത് കുറച്ച് നാളായിട്ട് ഞാൻ മേടിക്കണം എന്ന് വിചാരിച്ചിട്ടുള്ള ലിപ്സ്റ്റിക് ആണ്. ദിസ് ഇസ് മാറ്റ് ലുക്ക് ലിപ് മൂസ്. ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് വർത്തി മോവ്. ഇത് കുറച്ച് നാളായി ഇറങ്ങിയിട്ട് എനിക്കിത് അത്യാവശ്യം ലിപ് സ്വാച്ചസ് ആൻഡ് ഹാൻഡ് സ്വാച്ചസ് ഒക്കെ നോക്കി റിവ്യൂസ് ഒക്കെ കണ്ടാണ് ഞാൻ മേടിച്ചത്. സോ ഇത് പാളാൻ പാടില്ല. ലെറ്റ്സ് സീ ഹൗ ഇറ്റ് ഗോസ്. ചില സമയത്ത് എത്ര ലിപ്സ്റ്റിക്സ് റിവ്യൂസോ സ്വാച്ചസോ കണ്ടിട്ട് മേടിച്ചാലും ചിലതൊക്കെ നമുക്ക് കയ്യിൽ നിന്ന് പോകാറുണ്ട് കേട്ടോ. അതുകൊണ്ട് പറയാൻ പറ്റില്ല. ബട്ട് എനിവേ കുറച്ചുകൂടെ ഇൻഫോംഡ് ഡിസിഷൻ എടുക്കുന്നത് നമുക്ക് ബെറ്റർ ആണല്ലോ. ഇതുപോലത്തെ ചില ഫോമുലാസ് ഉണ്ടല്ലോ, അപ്ലൈ ചെയ്യുമ്പോൾ കുറച്ചുകൂടെ ലൈറ്റർ ആണെങ്കിലും അത് ഇരുന്നിരുന്ന് നമ്മുടെ ലിപ്സിൽ സെറ്റിൽ ഡൗൺ ആവും തോറും കുറച്ചുകൂടെ ഡാർക്കർ ആവാനുള്ള ടെൻഡൻസീസ് കൂടുതലാണ് ഇതുപോലത്തെ ലിപ്സ്റ്റിക്സിന്. സെറ്റിൽ ഡൗൺ ആവും തോറും കുറച്ചുകൂടെ ഒരു ഡീപ്പർ, കുറച്ചൊരു മോവി സൈഡ് കയറി വരുന്നുണ്ട്. ലിപ് ലൈനർ കുറച്ച് ഹെവിയർ സൈഡിൽ ഇട്ടിട്ട് പിന്നെ ഇത് യൂസ് ചെയ്യുകയാണെങ്കിൽ എനിക്ക് യൂസ് ചെയ്യാൻ പറ്റുന്ന ഒരു ഷെയ്ഡായിട്ടാണ് തോന്നുന്നത്. ബട്ട് ദി ടെക്സ്ചർ ഡിൻ ഫീൽ സോ മൂസി. ഐ ഡോണ്ട് നോ, മൂസ് ലിപ്സ്റ്റിക്സ് എന്നാണ് ഇവർ എഴുതിയിരിക്കുന്നത്. ബട്ട് ഇറ്റ്സ് മോർ ലീനിങ് ടുവേർഡ്സ് ലിക്വിഡ് ലിപ്സ്റ്റിക്. നല്ല പിഗ്മെന്റഡ് ആണ് കേട്ടോ. അടുത്തത് ഒരു പുതിയ ബ്രാൻഡാണ് കേട്ടോ. അറ്റ്ലീസ്റ്റ് എനിക്ക് പുതിയ ബ്രാൻഡാണ്. ഞാനിത് മിന്ത്രയിൽ നിന്ന് മേടിച്ചതായിരുന്നു. മോൾട്ടൺ എന്ന് പറയുന്ന ഒരു ബ്രാൻഡാണ് കേട്ടോ. ദിസ് ഇസ് വെൽവെറ്റ് ബ്ലർ ലിപ് ആൻഡ് ചീക്ക് ടിന്റ്. വെൽവെറ്റ് ബ്ലർ എന്ന് കണ്ടിട്ടാണ് ഞാനിത് മേടിച്ചത്. ദിസ് ഇസ് റിയലി മൂസി. പേര് പറഞ്ഞ പോലെ തന്നെ നല്ലൊരു ബ്ലറിങ് കൈൻഡ് ഓഫ് ഫോമുലയാണ്. ദിസ് ഇസ് മെൻഷൻഡ് ആസ് റോസ് മെൽറ്റ്. പക്ഷെ ഇതൊരു റോസ് ഷെയ്ഡ് അല്ല കേട്ടോ. ഒരു ഹിന്റ് ഓഫ് പിങ്ക് പീച്ച് വരുന്നുണ്ടെങ്കിലും ഇറ്റ്സ് മോർ ലൈക്ക് എ ബ്രൗൺ ഷെയ്ഡ്. ബട്ട് ഇറ്റ്സ്
pretty nice. As such, ഇത് മാത്രം അപ്ലൈ ചെയ്താൽ എത്ര വർക്ക്ഔട്ട് ആവുന്നതാണ്. ആൻഡ് ഇറ്റ്സ് നോട്ട് too pigmented. It's like mediocre pigmented. So yeah, I think it's going to be fine. ഇനി എൻ്റെ കയ്യിൽ 4 ലിപ്സ്റ്റിക്സും ഒരു ബ്രാൻഡിൽ നിന്നുള്ളതാണ്. ദാറ്റ് ഇസ് ഫാഷൻ കളേഴ്സ് സ്വീറ്റ് ബോംബ് ലിപ് പോളിഷ് ആൻഡ് ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് ന്യൂഡ് ഹാലോ. ഇത് എനിക്ക് ഫ്രീ കിട്ടിയതാണ് കേട്ടോ. ഈ ബാക്കി പ്രൊഡക്ട്സ് മേടിച്ചപ്പം ഫ്രീ കിട്ടിയ ഒരു പ്രൊഡക്റ്റ് ആയിരുന്നു ഇത്. യോൺ പിങ്ക് കൈൻഡ് ഓഫ് ഷെയ്ഡ്. ദിസ് ഇസ് നോട്ട് ജസ്റ്റ് മൈ കളർ. മൈ നല്ല ഒരുവിധം ആൾക്കാരും ഈ ഒരു പെർട്ടിക്കുലർ ഷെയ്ഡ് ഇടാൻ ഇഷ്ടപ്പെട്ടില്ല കേട്ടോ. ഐ ഡോണ്ട് തിങ്ക് ഐ വിൽ ബി സ്വാച്ചിങ് ദിസ് ഓൺ മൈ ലിപ്സ്. പ്രോപ്പർ ബാബി പിങ്ക് നിയോൺ പിങ്ക് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. പിന്നെ ഫ്രീ കിട്ടുന്ന ലിപ്സ്റ്റിക്സ് മിക്കവാറും ഇങ്ങനെ തന്നെ ആയിരിക്കും. നമുക്ക് ഫ്രീ ആയിട്ട് തരുന്ന ലിപ്സ്റ്റിക്സ് ഒക്കെ ആർക്കും വേണ്ടാത്ത അല്ലെങ്കിൽ സെയിൽ ഔട്ട് ആയി പോകാത്ത പോലത്തെ ഷെയ്ഡ്സ് ആണോ എന്ന് എനിക്ക് പലപ്പോഴും തോന്നാറുണ്ട്. അടുത്തത് ഫാഷൻ കളർ SUGABAE. ഐ തിങ്ക് ഇറ്റ്സ് പ്രൊണൗൺസ് ഷുഗാബെ. ലിപ് ടിന്റ് ആണ്. ഓക്കെ, ബേസിക്കലി ആൻഡ് ദിസ് ഇസ് ഇൻ ദി ഷെയ്ഡ് ബെറി ഗ്ലാൻസ്. എനിക്ക് ലിപ് ടിൻസ് ഒന്നും പൊതുവെ അങ്ങനെ ഇഷ്ടപ്പെടാറില്ല. ബട്ട് ഐ ജെനുവിൻലി വാണ്ട് സം ലിപ് ടിൻ ടു വർക്ക്. അതുകൊണ്ട് ഞാനിങ്ങനെ പുതിയ ലിപ് ടിൻസ് ഒക്കെ വരുമ്പോൾ ട്രൈ ചെയ്ത് നോക്കൂ കേട്ടോ. ബിക്കോസ് ലിപ് ടിൻസ് ശരിക്കും എനിക്ക് വർക്ക് ചെയ്താൽ ഇറ്റ്സ് ഗോയിങ് ടു ബി എ റിയലി ഗുഡ് തിങ് എന്ന് എനിക്ക് ഫീൽ ചെയ്യാറുണ്ട്. ബിക്കോസ് lip tint lasts really long and I hope that I find a nice lip tint. It feels slightly similar to the മാർസ് ഇതുപോലത്തെ ലിപ് ടിന്റ് ഉണ്ടല്ലോ, അതായിട്ട് കൈൻഡ് ഓഫ് സിമിലർ ആയിട്ട് തോന്നുന്നുണ്ട് കേട്ടോ. ഇറ്റ് ഈസ് എ നൈസ് ഷെയ്ഡ്. കുറച്ചൊരു ബെറി ബ്രൗൺ കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ഇറ്റ്സ് നൈസ്. ഇത് ഫാഷൻ കളറിന്റെ ക്രേവ് മീ ഗ്ലോസ് സ്റ്റിക്കാണ് കേട്ടോ. ആൻഡ് ഇത് എൻ്റെ കയ്യിൽ 2 ഡിഫറെൻറ്റ് ഷെയ്ഡിൽ വന്നിട്ടുണ്ട്. സോ ഐ ഡോണ്ട് നോ ഹൗ ദിസ് എക്സാക്ട്ലി ഹാപ്പൻ. അല്ലെങ്കിൽ ഞാൻ ഒരേ ലിപ്സ്റ്റിക്കിന്റെ 2 ഡിഫറെൻറ്റ് ഷെയ്ഡ് മേടിച്ചിട്ടുണ്ടാവാൻ ഒരു ചാൻസ് ഇല്ല. സോ നമുക്ക് രണ്ടും സ്വാച്ച് ചെയ്ത് നോക്കാം സിൻസ് വി ഹാവ് ഇറ്റ് ഇൻ അവർ ഹാൻഡിൽ. ദിസ് ഇൻ ദി ഷെയ്ഡ് മിസ്റ്റിക് പ്ലം ആൻഡ് ദിസ് ഇൻ ദി ഷെയ്ഡ് ബെറി ഗ്ലേസ്. സോ ബെറി ഗ്ലേസ് കുറച്ചുകൂടി ഒരു ലൈറ്റർ പിങ്ക് കൈൻഡ് ഓഫ് ഷെയ്ഡാണ് ആൻഡ് മിസ്റ്റിക് പ്ലം കുറച്ചുകൂടി ഒരു മോവിഷ് കൈൻഡ് ഓഫ് ഷെയ്ഡാണ്. ദിസ് ഇസ് വെരി ലൈറ്റ്ലി പിഗ്മെന്റഡ് ഗ്ലോ സ്റ്റിക് ആൻഡ് അതുകൊണ്ട് തന്നെ ദിസ് ഫീൽസ് മോർ ലൈക്ക് എ ലിപ് ബാം ദാൻ ഗ്ലോ സ്റ്റിക് ഫോർ മീ. Okay, so there were so many lipsticks and so many swatches. Ini let me know which is the lipstick that you want me to review first, or നിങ്ങൾക്ക് ഇതിൽ ഏതാണ് ആദ്യം ട്രൈ ചെയ്യാൻ താല്പര്യമുള്ള ലിപ്സ്റ്റിക് എന്ന് പറയുകയാണെങ്കിൽ ഞാൻ അതിനനുസരിച്ച് റിവ്യൂ ചെയ്യാം. This is it for today's video guys. I hope you guys found this video helpful. Comments or suggestions എന്തെങ്കിലും ഉണ്ടെങ്കിൽ please do comment down below. ഇനി നമുക്ക് അടുത്ത വീഡിയോയിൽ കാണാം. അതുവരേക്കും